എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി ചിക്കൻ റോസ്റ്റ് ആണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഒരു മീഡിയം സൈസ് കഷ്ണങ്ങളാക്കി മുറിച്ച് വയ്ക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. കശ്മീരി മുളക് പൊടി ആണെങ്കിൽ കളർ കൂടുതലുണ്ടാവും, എരിവ് കുറവായിരിക്കും. 1 ടീസ്പൂൺ അത് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. മിനിമം അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. മാക്സിമം ഒരു ഓവർനൈറ്റൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാം. അത്യാവശ്യം ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ ഒരു ചിക്കൻ ഫ്രൈ ചെയ്തിട്ടെടുക്കണം. 2 ടേബിൾ സ്പൂണാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം മറിച്ചിട്ട് ഫ്ലിപ്പ് ചെയ്തതിന് ശേഷം അടുത്ത വശവും മൊരിച്ചെടുക്കുക. ചിക്കൻ അത്യാവശ്യം നല്ലതുപോലെ ഫ്രൈ ആയതിനു ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതേ പാനിലാണ് ബാക്കിയുള്ള മസാലകളും തയ്യാറാക്കിയെടുക്കേണ്ടത്. മസാല തയ്യാറാക്കാൻ വേണ്ടി ഒരു ചെറിയ കഷ്ണം പട്ട, 4 ഏലക്കായ, ഒരു ചെറിയ കഷ്ണം ജാതിപത്രി, 4 ഗ്രാമ്പു. ഈ ഒരു അളവൊന്നും കൂടാൻ പാടില്ല. ഒരു ചെറിയ ബേ ലീവ്സ് കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു സ്പൈസസിൻ്റെ അളവൊക്കെ കൂടിയാൽ അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം അല്ലെങ്കിൽ വലിയ ജീരകം ചേർക്കാം. 2-3 വറ്റൽമുളക് ചേർക്കാം. ഞാനിവിടെ ഇതും ചേർത്തിട്ടുള്ളത് കശ്മീരി വറ്റൽമുളകാണ്. എരിവ് കുറവായിരിക്കും. വെളിച്ചെണ്ണ കുറവാണെന്ന് തോന്നിയുകൊണ്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1 വലിയ സവാള ചെറുതായി സ്ലൈസ് ചെയ്തതും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് സവാള ട്രാൻസ്പെറൻ്റ് ആവുന്നത് വരെ നന്നായി വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റാണ് ചെറിയ തീയിൽ ഇത് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. ഇടയ്ക്കൊന്ന് നോക്കി ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അടിയിൽ പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇങ്ങനെ നന്നായി ട്രാൻസ്പെറൻ്റായി വെന്ത് വന്നിട്ടുള്ള ഈ ഒരു ഇൻഗ്രീഡിയൻസ് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കണം. അതിന് വേണ്ടി അത് മാറ്റി വയ്ക്കാം. ഇനി ഇതേ പാനിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള 2 ചെറിയ തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഇതിൻ്റെ കൂടെ ഇട്ട് അരക്കാതിരുന്നത് ആ ഒരു പുളിപ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. തക്കാളി ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള സവാള ഹോൾ സ്പൈസസ് മിക്സ്, ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. ചെറിയ തീയിൽ വെച്ച് നന്നായി വഴറ്റിയെടുക്കണം. അടിയിൽ പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. എല്ലാത്തിൻ്റെയും പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്ക് പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. അരച്ച് വെച്ച മിക്സ് ചേർത്തതിന് ശേഷം അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് ഇതിലേക്ക് ചേർക്കാം. അപ്പോഴാണ് നല്ലതുപോലെ ആ ഒരു ഗ്രേവി കറക്റ്റായിട്ട് കിട്ടുന്നത്. ചിക്കൻ റോസ്റ്റ് ആയതുകൊണ്ട് തന്നെ അധികം ഗ്രേവി ഉണ്ടാവില്ല. നല്ലതുപോലെ ഗ്രേവി പച്ചമണമെല്ലാം മാറി ഒന്ന് തിളച്ച് റെഡിയായി വരുമ്പോൾ ഇതിലേക്ക് പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാം. ചെറിയ തീയിൽ 5 മിനിറ്റ് പിന്നെയും കീപ്പ് ചെയ്യുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അടിയിൽ പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. നല്ല ടേസ്റ്റുള്ള റെസ്റ്റോറൻറ്റുകളിലും പാർട്ടികളിലും ഒക്കെ നമ്മൾ കഴിക്കാറുള്ള നല്ല ഈസി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക.
അപ്പത്തിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഗീ റൈസിനും എല്ലാത്തിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനാണ് ഈ ഒരു ചിക്കൻ റോസ്റ്റ്. ഒരു തവണ നിങ്ങൾ തയ്യാറാക്കിയാൽ ഉറപ്പായിട്ട് നിങ്ങളിത് പിന്നെയും തയ്യാറാക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കുക. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പിന്നെയും നല്ല നല്ല റെസിപ്പികളായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.